വെഞ്ഞാറമ്മൂട് മൈലക്കൽ ട്രേഡേഴ്സ് എന്ന സ്ഥാപനം 30 വർഷമായിട്ട് ഞാൻ നടത്തി വരികയാണ്. ഈ വെഞ്ഞാറമ്മൂടിൽ ഇതുവരെ ഞാൻ നല്ല സർവീസാണ് കൊടുത്തിരുന്നത്. പക്ഷേ ഇന്ന് ഓൺലൈൻ വ്യാപാരം വന്നത് കാരണം നമ്മുടെ നാട്ടിൽ വളരെ ഏറെ ബുദ്ധിമുട്ടാണ് നമ്മൾ വ്യാപാരികൾ അനുഭവിക്കുന്നത്. ഞാൻ ഈ വ്യാപാരി വ്യവസായ സമിതിയുടെ യൂണിറ്റ് പ്രസിഡൻ്റാണ്. ഞങ്ങൾ അത് നമ്മുടെ യൂണിറ്റ് മുഖാന്തരം ഞങ്ങൾ ജില്ലാ പ്രസിഡന്റിനെയും മന്ത്രിയൊക്കെ ഈ ഓൺലൈൻ വ്യാപാരം പറയുന്നതിന് വേണ്ടിയിട്ട് ഒരു നിവേദനമെല്ലാം നൽകിയിരുന്നു. അതിലൊന്നും തീരുമാനമായിട്ടില്ല. പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ വെക്സോ എന്ന് പറയുന്നൊരു ഓൺലൈൻ ആപ്പ് നമ്മുടെ നാട്ടുപ്രദേശത്ത് എന്ന് പറയുന്ന നാട്ടിൽ നിന്ന് തന്നെ അടുത്തുള്ള കടകളിൽ നിന്ന് സാധനം മേടിക്കുകയും അത് വീടുകളിൽ എത്തിച്ചു കൊടുക്കുകയും അപ്പോൾ ഈ ഫണ്ടെല്ലാം നമ്മുടെ നാട്ടിൽ തന്നെ കറങ്ങുന്ന ഒരവസ്ഥ ഉണ്ടാകുന്ന അറിയുന്നത്. അങ്ങനെ ഞാൻ ഈ ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ എടുക്കുകയും ആപ്ലിക്കേഷനിൽ ഞാനും ജോയിൻ ചെയ്തു. അതിൽ നല്ല സർവീസാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞൊരു അവധി ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ ചിലവഴിച്ചപ്പോൾ എൻ്റെ വീട്ടിൽ 3 പ്രാവശ്യം ഒരു 2 വീലർ വന്ന് പോകുന്നത് ഞാൻ കണ്ടു. അങ്ങനെ എന്താണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ എൻ്റെ മക്കൾ ഓൺലൈനിൽ ഓരോ സാധനങ്ങൾ വാങ്ങി വയ്ക്കുന്നതാണ്. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. ഈ ഓൺലൈൻ വ്യാപാരം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലല്ല ഈ ഫണ്ട് വരുന്നത്. ഇത് വേറെ എവിടെയോ നിന്ന് ആരോ നമ്മുടെ നാട്ടിൽ ഉപയോഗശൂന്യമായ സാധനങ്ങൾ കൊടുത്ത് കാശ് മേടിക്കുന്നതാണ്. നമ്മുടെ നാട്ടിൽ ഈ പൈസ റോളാവണമെങ്കിൽ എൻ്റെ കടയിലുള്ള സാധനമാണ് എൻ്റെ മക്കൾ ഓൺലൈനിൽ മേടിച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മളെ കടയിൽ നിന്ന് എടുക്കാമായിരുന്നു. അപ്പോൾ അവരെല്ലാം ഓൺലൈനായി മാപ്പ് നോക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിൽ ആപ്പ് നോക്കുമ്പോൾ കിട്ടുന്ന അവർക്ക് നല്ലൊരു സർവീസാണെന്ന് അവർക്ക് തോന്നിയാണ് അവരങ്ങനെ ചെയ്തേക്കുന്നത്. അവരത് പറഞ്ഞ് മനസ്സിലാക്കി. അതിനുശേഷമാണ് ഞാൻ ഈ വെക്സോയായിട്ട് ടൈപ്പ് ആവുകയും വെക്സോയുടെ ആ സർവീസിന് എനിക്ക് വളരെയേറെ താല്പര്യം തോന്നുകയും അപ്പോൾ നമ്മളിവിടെ നമ്മുടെ വ്യാപാരി വ്യവസായി സുഹൃത്തുക്കളും നമ്മുടെ നാട്ടുകാരും നമ്മുടെ പരിചയത്തിലുള്ള എല്ലാവരും ഈ വെക്സോ എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷനെ പർച്ചേസ് ചെയ്ത് അവരുമായിട്ട് സഹകരിക്കണമെന്നും ഷോപ്പ് ലോക്കൽ ക്യാമ്പിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുകയാണ്.